ടി.ജി. മോഹൻദാസ് അറസ്റ്റിൽ UDF ഇന്നലെ മുതൽ ആഘോഷമാക്കി. ഇന്നിപ്പോൾ മൂപ്പർക്ക് ജാമ്യം കിട്ടി. എന്താണ് ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിലേക്ക് പ്രേരിപ്പിച്ച ഘടകം? അർജുൻ ആയങ്കയുടെ അറസ്റ്റ് UDFകാർ വല്ലാണ്ടങ്ങ് ആഘോഷിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർന്നു. ഞാനായിരുന്നെങ്കിൽ ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമായിരുന്നു, പെമ്പിള്ളേരെ ബലാത്സംഗം ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള ശുദ്ധ തമ്മാടിത്തരം വിളിച്ചു പറഞ്ഞ ഒന്നാം നമ്പർ സംഖ്യയാണ് ടി.ജി. മോഹൻദാസ്. ആ വിഷം തുപ്പിയിട്ട് 11 ദിവസമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ല ചെന്നിത്തലയുടെ പോലീസ്, അഥവാ ഊക്കി സർക്കാരിന്റെ പോലീസ്. അർജുനായങ്കിയെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച താല്പര്യത്തിന്റെ 1% പോലും എന്തേ ഈ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്നില്ല എന്ന വിമർശനം ശക്തമായി ഉയർന്നതോടെ മുഖം രക്ഷിക്കാൻ ഒരു അറസ്റ്റ് നാടകം കളിച്ചതാണ് മോഹൻദാസിന്റെ അറസ്റ്റ്. ഇന്നിപ്പോൾ മൂപ്പർക്ക് ജാമ്യം കിട്ടി. എന്നാൽ സതീശൻ അധികാരത്തിൽ വന്ന് നിരന്തരമായി കാണിക്കുന്ന സംഘപരിവാർ വിധേയത്വത്തിൽ തലകുനിച്ച് നിൽക്കുന്ന കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും ഒരു പിടിവള്ളിയായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ്. അതെങ്കിൽ അത് എന്ന രീതിയിൽ അതെടുത്ത് ആഘോഷമാക്കിയാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും. കണ്ടോടാ ഞങ്ങളുടെ സർക്കാരിന്റെ സംഘവിരുദ്ധ നിലപാട് എന്ന മട്ടിലാണ് ആഘോഷിക്കുന്നത്. അവർക്കായി ഞാൻ ഒരു വാർത്ത കാണിക്കാം. അല്പം പഴയതാ. പണ്ട് പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ BJP നേതാവ് സുരേന്ദ്രനെ പിടിച്ച് ജയിലിൽ അടച്ചപ്പോൾ പൊള്ളിയത് ആർക്കൊക്കെയാണെന്ന് നേരിട്ടൊന്ന് കണ്ടു നോക്കും. കെ സുരേന്ദ്രന് വേണ്ടി BJP ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ അനുകൂലികളായ സംഘപരിവാർ വിഭാഗം മനുഷ്യാവകാശ സംഗമം എന്ന പേരിൽ കോഴിക്കോട് പരിപാടി സംഘടിപ്പിച്ചത്. കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടിയിൽ സുരേന്ദ്രൻ വേണ്ടി സംസാരിക്കാൻ കോൺഗ്രസ് നേതാവും എത്തി. KPCC നിർവാഹക സമിതി അംഗവും കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറുമായ PM നിയാസാണ് വേദിയിലെത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് നിയാസ് എത്തിയതെന്നാണ് വിവരം. സുരേന്ദ്രനെതിരെ ഉണ്ടാകുന്നത് സമാനതകളില്ലാത്ത സംഭവമാണെന്നും ഇതുപോലൊരു നെറുകേട് ഒരു നേതാവിനോടും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ ചെയ്തിട്ടില്ലെന്നും PM നിയാസ് പറഞ്ഞു. എന്നേക്കുമായി കെ സുരേന്ദ്രനെ കാരാഗൃഹത്തിലടക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ടെന്നും PM നിയാസ് പറഞ്ഞു. സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ കൊണ്ടുപോയി എന്നേക്കുമായി തീർത്തു കളയാമെന്ന ഒരു അജണ്ടയുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM മുന്നോട്ട് കൊണ്ടുപോയാൽ അതിനെ കൂട്ടുനിൽക്കുവാൻ കേരളത്തിലെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും സാധിക്കയില്ല എന്ന് അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കേസല്ല, 1000 കേസ് ഒരു നിരപരാധിയുടെ പേരിൽ കെട്ടിവെച്ചാൽ പോലും അതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്നേക്കുമായി കാരാഗ്രഹത്തിൽ അടയ്ക്കാമെന്ന് ഏത് വിവരക്കെട്ട മുഖ്യമന്ത്രി വിചാരിച്ചാലും അത് കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുരേന്ദ്രൻ അനുകൂലികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ കോഴിക്കോട്ടെ RSS BJP നേതാക്കളാരും പങ്കെടുത്തില്ല. കോടതി വ്യവഹാരത്തിന് വിധേയമായി സുരേന്ദ്രൻ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗുണമാവില്ല എന്ന വിലയിരുത്തലാണ് വിട്ടുനിൽക്കാൻ കാരണമായി പറയുന്നത്. സംഘികളുടെ നേതാവ് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയെ വിവരം കെട്ടവൻ എന്ന് വിളിച്ചയാളുടെ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. മറക്കണ്ട. ആ കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ് ഇപ്പോൾ മോഹൻദാസിന്റെ അറസ്റ്റ് ആഘോഷിക്കുന്നത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഭരിച്ചപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ എന്നാണ്. സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി പിണറായിയുടെ നെഞ്ചത്തേക്ക് ഏണി വെക്കാൻ നോക്കിയ കൂട്ടരുടെ ചോദ്യമാണ്. മറവി ബാധിച്ച ഇക്കൂട്ടരോട് പഴയത് ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്റെ സുഹൃത്തു കൂടിയായ സഖാവ് ഷമീർ ഷാഹുദ്ദീൻ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയ്ക്ക് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് മുനാഫിക് ലീഗ് സൈബർ ഇടങ്ങളിൽ പെട്ടെന്നുയർന്ന ഒരു പ്രചരണമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു സംഘപരിവാർ നേതാവിനെയും പോലീസ് തൊട്ടിട്ടില്ല എന്ന ആസൂത്രിതമായ അസത്യമാണ് ഇവർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ജനങ്ങളുടെ ഓർമ്മക്കുറവിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ചരിത്രവും യാഥാർത്ഥ്യങ്ങളും വിളിച്ചു പറയേണ്ടതുണ്ട്. സത്യം എന്താണ്? ശബരിമല വിഷയത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ അന്നത്തെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രനെ ആഴ്ചകളോളം ജയിലിലടച്ച സർക്കാരാണ് കേരളം ഭരിച്ചത്. മല കയറാൻ വന്ന് വർഗീയ വിഷം ചീറ്റിയ KP ശശികലയെ രാത്രിയിൽ മരക്കൂട്ടത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് തിരിച്ചയച്ച പോലീസാണ് പിണറായി വിജയന്റേത്. വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് RB ബാബുവിനെയും വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ PC ജോർജിനെയും അടക്കം BJPയുടെയും സംഘപരിവാറിന്റെയും നിരവധി പ്രമുഖരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ നിർത്തിയ ഭരണമായിരുന്നു സഖാവ് പിണറായി വിജയന്റേത്. നിയമം ലംഘിക്കുന്നവൻ എത്ര ഉന്നതനായാലും സംഘപരിവാർ നേതാവായാലും അവന്റെ തോളിലെ കാവി തോർത്തു നോക്കി ഇളവ് നൽകില്ലെന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ് ഇവിടുത്തെ ഇടതുപക്ഷവും സഖാവ് പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ ഗവൺമെന്റും. എന്നിട്ടും കോൺഗ്രസും ലീഗും എന്തിനാണ് ഇത്തരം ഒരു വ്യാജ പ്രചരണം ഇപ്പോൾ അഴിച്ചുവിടുന്നത്? കാരണം ലളിതമാണ്. ഇന്ത്യയിലുടനീളം സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കോൺഗ്രസിന് കേരളത്തിൽ RSSനെ ആശയപരമായും ഭരണപരമായും പ്രതിരോധിക്കുന്ന പ്രസ്ഥാനം CPIMഉം ഇടതുപക്ഷവുമാണെന്ന് നന്നായി അറിയാം. ആ യാഥാർത്ഥ്യം മറച്ചുവെക്കാനാണ് ഈ സൈബർ അഭ്യാസങ്ങൾ. നമുക്കൊന്ന് പിന്നോട്ട് നോക്കാം. കോൺഗ്രസിന്റെ സംഘപരിവാർ വിരുദ്ധതയുടെ യാഥാർത്ഥ്യം എന്താണ്? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ രാവിലെ എടുക്കുന്ന നിലപാടല്ല വൈകുന്നേരം എടുക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന നേതാവ്
നാളെ BJPയുടെ ഓഫീസിൽ ചെന്ന് അംഗത്വമെടുക്കുന്ന കാഴ്ചയാണ് രാജ്യം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലും മധ്യപ്രദേശിലും അരുണാചലിലും മാത്രമല്ല, സാക്ഷാൽ കേരളത്തിലും കപിൽ സിബൽ മുതൽ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായിരുന്ന പ്രമുഖർ വരെ BJPയിലേക്ക് ഒഴുകിപ്പോയ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിന്റെ KPCC മുൻ പ്രസിഡന്റുമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും മക്കളും ബന്ധുക്കളും ഇന്ന് BJPയുടെ നിരകളിലാണ്. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, ടോം വടക്കൻ, അങ്ങനെ പട്ടിക നീളുകയാണ്. എന്തിന്? എന്റെ വീടിന് കാവൽ നിൽക്കാൻ ഞാൻ RSSകാരെ നിർത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കെ സുധാകരനാണ് ഇന്നും കേരളത്തിലെ ഒരു MP. RSS ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു നേതാവിനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷനായി വെച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് സൈബറിൽ വന്ന് ഇടതുപക്ഷത്തെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വരുന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷവും CPIM-ഉം സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ പുലർത്തുന്നത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല, മറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ്. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ തെരുവിൽ ചോര ചിന്തി പോരാടിയ ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. കോൺഗ്രസ് BJPയുമായി പ്രാദേശിക തലങ്ങളിൽ വോട്ട് കച്ചവടവും നിയമ മോഡൽ നീക്കുപോക്കുകളും ഉണ്ടാക്കുമ്പോൾ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ ഒരടി പോലും പിന്നോട്ടു പോകാതെ നെഞ്ചു വിരിച്ചു നിന്നത് ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. പാർലമെന്റിലും തെരുവിലും ഭരണതലത്തിലും BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, ബുൾഡോസർ രാജിനെതിരെ തരിമ്പും ഭയമില്ലാതെ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചത് പിണറായി വിജയനും ഇടതുപക്ഷവുമാണ്. CAA നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. സംഘപരിവാറിനെതിരെ സമരം നയിക്കാൻ നട്ടെല്ലുള്ള RSSന്റെ ഭീഷണികൾക്ക് മുന്നിൽ പണയം വെക്കാത്ത ഒരേ ഒരു പ്രതിരോധ മതിൽ ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ട് വ്യാജ സൈബർ പ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് മുനാഫിക് ലീഗ് സഖ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ചരിത്രം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് സംഘപരിവാറിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചതെന്നും ആരൊക്കെയാണ് അവരെ നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തിച്ചതെന്നും. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ രാജ്യത്തുടനീളം കോൺഗ്രസ് മുട്ടുമടക്കുമ്പോൾ പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ അടിപറ്റാതെ നിൽക്കുന്ന ഒരേ ഒരു കവചമാണ് ഇവിടുത്തെ ഇടതുപക്ഷം. RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് മുന്നിൽ നട്ടെല്ല് വളയ്ക്കാത്ത, ഭയത്തിന്റെ ഇരുട്ടിൽ ജനങ്ങളെ തള്ളിവിടാതെയുള്ള കാവലാളാണ് ഇവിടുത്തെ ഇടതുപക്ഷം. കെ സുരേന്ദ്രനെയും ശശികലയെയും RV ബാബുവിനെയും വർഗീയ വിഷം ചിറ്റിയ PC ജോർജിനെയും അഴിയെണ്ണിച്ച സർക്കാരായിരുന്നു സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ കേരള ഭരണം. എന്നിട്ടും വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങുന്ന കോൺഗ്രസ് ഓർക്കുക, അധികാരത്തിനായി RSS ശാഖയ്ക്ക് കാവൽ നിന്ന പാരമ്പര്യവും നേതാക്കളെ BJPയിലേക്ക് പാഴ്സൽ അയക്കുന്ന നിലപാടും ഇടതുപക്ഷത്തിനില്ല. രാവിലെ കോൺഗ്രസ്, വൈകുന്നേരം BJP എന്ന നയമല്ല CPIM-ന്റേത്. ജീവൻ കൊടുത്തും മതേതരത്വം സംരക്ഷിച്ച ചോരയുടെ ചരിത്രമാണത്. പൗരത്വ ഭേദഗതി നിയമമാകട്ടെ, സംഘപരിവാറിന്റെ ബുൾഡോസർ രാജാകട്ടെ, ഇവിടെ നടപ്പില്ല എന്ന് ഉറക്കെ പറയാൻ പിണറായി വിജയന്റെ ഭരണത്തിന് നട്ടെല്ലുണ്ടായി. വർഗീയ ശക്തികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത, RSSന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ആ ചെങ്കൊടിയാണ് എന്നും ഈ നാടിന്റെ യഥാർത്ഥ പ്രതിരോധ മതിൽ. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ചോരയും ജീവനും കൊണ്ട് ചരിത്രം രചിച്ച ധീരരക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലാൽ സലാം പ്രിയ സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.